കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ യുവ നേതാവിനെതിരെ ഒരു സ്ത്രീ നടത്തിയ ആരോപണമാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അല്ലെ. നടിയും ജേർണലിസ്റ്റുമായ റിനി ആൻ ജോർജ് ആണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ MLA-യും അവരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടല്ല ഈ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഇയാൾക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ആയെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കാതെ വന്നപ്പോൾ അത് തിരികെട്ടു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൗമുദി ടിവിയിൽ വന്നൊരു ഇന്റർവ്യൂവിനിടയിൽ ഈ പറയുന്ന റിനി ആൻ ജോർജ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ആ മേഖല ഇപ്പൊ പൊളിറ്റിക്സിലാണെങ്കിലും സ്ത്രീകൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് നേരിടുന്നുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവുക. അത്തരത്തിൽ ഞാനൊരു പാർട്ടിയും തേജോവധം ചെയ്യാനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ പല ഫോറങ്ങളിൽ പരാതികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഹൂ കെയേഴ്സ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ റീന പ്രത്യേകിച്ച് ആരോടും പേരെടുത്ത് പറയുന്നില്ല അല്ലെ. പക്ഷെ അവർ അവസാനം പറയുന്നത് ഹൂ കെയേഴ്സ് എന്ന വാക്കിൽ നിന്നാണ് ആരെ കുറിച്ചാണ് റെന പറയുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്ത് ഇതേ യുവ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ അയാളോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അതിനെ നേരിട്ടത്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇയാളെ മനസ്സിലായല്ലോ, പാലക്കാട് MLA ആണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാണ്. 3 തവണയാണ് ഇയാൾ ഇവിടെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെ. ഈ ഹൂ കെയേഴ്സ് വെച്ച് തന്നെയാണ് ഇത്തവണ സോഷ്യൽ മീഡിയ അയാളെ തൂക്കിയതും. റിനി ഇയാളെ കുറിച്ചാണ് പറയുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയതും ഈ ഹൂ കെയേഴ്സ് വെച്ചാണ്. എന്തായാലും അന്ന് ഈ ഹൂ കെയേഴ്സിന് ശേഷം ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ കൂടി ഒന്ന് കണ്ടുനോക്കാം. സ്പേസ് കൊടുക്കാൻ പാടില്ല, നിയമ നടപടി സ്വീകരിക്കും. ഈ നാട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇത് CPM അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അറിയാതായിരിക്കും. വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ? ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം? എന്തിനു അഡ്രസ് ചെയ്യുന്നത്? അവരെ നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും മറ്റൊന്നും ആയിരുന്നു അന്ന് രാഹുലിനെതിരെ വന്ന ആരോപണമെന്ന് തോന്നുന്നു. ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു രാഹുലിന്റെ ഇര എന്നും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ആ സ്ത്രീ നേരിട്ട് വരാത്തത് കൊണ്ട് തന്നെ ആ ആരോപണം മുങ്ങി പോവുകയായിരുന്നു. അതുകൊണ്ടാണ് മുഖമില്ലാത്ത ആളുകളുടെ ആക്രമണത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം എന്ന് രാഹുലിന് തിരിച്ചു ചോദിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പൊ മുഖമുള്ള ഒരാൾ തന്നെ രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഇതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് അയാളെ ജയിപ്പിച്ചു വിട്ട പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ. സോഷ്യൽ മീഡിയ വഴിയാണ് രാഹുൽ തന്നെ പരിചയപ്പെടുന്നത് എന്നാണ് റിനി ആൻ ജോർജ് പറയുന്നത്. പരിചയപ്പെട്ട് അധികം വൈകാതെ തന്നെ തനിക്ക് അശ്ലീല സംഭാഷണങ്ങൾ അയക്കാൻ തുടങ്ങിയെന്നും റിനി പറയുന്നു. ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ എടുക്കാം, നിങ്ങൾ വരുമെന്നുള്ള ലെവലിലേക്ക് വരെ ചോദ്യങ്ങൾ എത്തിയതോടെ ഇയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് റിനി പറയുന്നത്. അതിനെക്കുറിച്ച് റിനി തന്നെ പറയുന്നത് കേട്ടോക്കാം. എന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നേരിട്ടൊരു പരിചയം ഇല്ലാതെ തന്നെ മോശമായ സമീപനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമേ തന്നെ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. പിന്നെ 5 സ്റ്റാർ ഹോട്ടൽ എടുക്കാം, അങ്ങോട്ടേക്ക് വരൂ തുടങ്ങിയുള്ള ചില സംസാരങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഞാൻ ഫയർ ചെയ്യുകയും ചെയ്തതാണ് അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഇത് എന്നാണ് സംഭവിച്ചത്? ഈ സംഭവം റിനിക്ക് ഉണ്ടായത് അടുത്ത കാലത്താണോ അതോ? ഇല്ല, ഇതെനിക്ക് ഉണ്ടായത് 3.5 വർഷങ്ങൾക്ക് മുമ്പാണ്. 3.5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് തന്നെ ഈ പരാതി ഈ നേതാക്കളുടെ അടുത്ത് അറിയിച്ചിരുന്നോ? ഞാൻ ആദ്യം തന്നെ അയാളോട് സംസാരിച്ചായിരുന്നു. നിങ്ങൾ ഈ രീതിയിൽ ആകരുത്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആയിരിക്കണം എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷവും പിന്നീട് ഇത്തരത്തിലുള്ള അശ്ലീല മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ എനിക്കിത് വളരെ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സൗഹൃദങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ചില നേതാക്കന്മാരുമായിട്ട് ഇത് പങ്കുവെച്ചിരുന്നു. അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്നൊക്കെ കിട്ടിയത്. പക്ഷെ പിന്നീട് അതിന്റെ മേലിൽ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ആ വ്യക്തിയോട് പോലും ഒന്ന് സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ആ വ്യക്തിയിൽ നിന്ന് പിന്നീട്
എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ, മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളതും പിന്നീട് ആ വ്യക്തിക്ക് കൂടുതൽ നല്ല പദവികൾ നൽകി ഒരു നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കേട്ടല്ലോ. ഒരു തവണ വാണിംഗ് കൊടുത്തിട്ട് പോലും ഇയാൾ വീണ്ടും വീണ്ടും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു എന്നൊക്കെയാണ് റിനി പറയുന്നത്. കോൺഗ്രസിലെ മറ്റുള്ള നേതാക്കളോട് ഇതിനെക്കുറിച്ച് അറിയിച്ചെങ്കിൽ കൂടിയും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും റിനി പറയുന്നുണ്ട്. നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വെച്ചിട് കയറ്റമായിരുന്നു. എന്തായാലും 3 വർഷങ്ങൾക്ക് മുമ്പാണ് തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്നാണ് റിനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ റിനിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. 3 വർഷം മുമ്പേ നടന്നൊരു സംഭവത്തെ കുറിച്ച് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇപ്പൊ എന്തിനാണ് ആരോപണവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. എന്തായാലും അതിനുള്ള മറുപടിയും കൂടി റിനി പറയുന്നുണ്ട്. നമുക്ക് തരാവുന്ന കേട്ടോക്കാം. ഇപ്പൊ ഞാനിത് ചിലപ്പോ ചോദിക്കാം, എന്തിനും 3.5 വർഷം കഴിഞ്ഞ് ഇത് പറയുന്നു എന്ന് ചോദിക്കാം. എനിക്കിപ്പോ ഇത് പറയേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഹാംഫുൾ വിഷയമൊന്നും ആയിട്ടില്ല. കുറച്ച് അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനത് ഇഗ്നോർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാനത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഇത് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടും ഈ വ്യക്തി ഇത് തുടരുകയും കൂടുതൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇത് തുടരുകയും പല പെൺകുട്ടികളും ഈ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പല രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ അറിയുകയും ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു അമർഷം, ഒരു വിഷമം, അത് ആ വ്യക്തിയോട് തോന്നുന്ന വ്യക്തിപരമായ താല്പര്യക്കുറവല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്ന ചിന്തയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അമർഷം മാത്രമാണ്. ഇങ്ങനെയല്ല, സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരല്ല വരേണ്ടത് എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീ പോലും ഇത് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, കേട്ടല്ലോ. തനിക്ക് രാഹുൽ എന്ന അശ്ലീല സന്ദേശങ്ങൾ അയച്ചപ്പോ താനത് കാര്യമാക്കി എടുത്തില്ല, ഈഗില് മൂവ് ചെയ്യാനൊന്നും തോന്നിയില്ല. പകരം അയാളുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരോട് ഈ കാര്യം സൂചിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ രാഹുലിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അയാൾ ഉന്നതങ്ങളിൽ എത്തുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞു. പക്ഷെ ആരും ഇയാൾക്കെതിരെ മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത് എന്നാണ് റിനി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരുപാട് സ്ത്രീകൾക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പരക്കെ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. ദിവസങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും റിനി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഹണി ഭാസ്കർ എന്ന് പറഞ്ഞൊരു യുവ എഴുത്തുകാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ തന്റെ അനുഭവം തുറന്നു പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളോട് ഇവർ സംസാരിച്ചിരുന്നു. അതും കൂടി കണ്ട ശേഷം നമുക്ക് നിർത്താം. ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിന്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാള് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത് ആള്. പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഷാഫിയുടെ പേര് ചേർക്കാതെ എഴുതരുത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൃത്യമായിട്ട് സൂചനയല്ല, ഇത് നിങ്ങളുടെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ രാഹുലിന്റെ പേര് വെക്കണം, ഷാഫിയുടെ പേര് നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കോടതി വഴി തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ഒന്നിലധികം സ്ത്രീകളാണ് ഇയാൾക്കെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആളെത്ര വെടിപ്പാണെന്ന് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവം ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം രാഷ്ട്രീയ മുതലെടുപ്പുകളിൽ മാത്രം ഇത് ഒതുങ്ങാതെ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.